ആണവായുധങ്ങൾ വികസിപ്പിക്കരുതെന്ന ഇറാന്റെ നയത്തിൽ വലിയ മാറ്റമൊന്നും ഉണ്ടാകില്ലെന്നറിയിച്ച് അബ്ബാസ് അരാഗ്ചി. ഇറാൻ ആണവായുധങ്ങൾ വികസിപ്പിക്കാൻ ശ്രമിക്കുന്നതായി യുഎസും ഇസ്രയേലും നിരന്തരം ആരോപിക്കുന്നുണ്ട്. തങ്ങളുടെ ആണവ പദ്ധതി വൈദ്യുതി ഉൽപാദനത്തിനും സമാധാനപരമായ ആവശ്യങ്ങൾക്കും മാത്രമാണെന്ന് ഇറാൻ പറയുന്നു. അതേസമയം നിലവിലെ യുദ്ധം അവസാനിച്ചാലുടൻ തന്ത്രപ്രധാനമായ ഹോർമൂസ് കടലിടുക്കിലൂടെയുള്ള കപ്പൽ ഗതാഗതത്തിന് പുതിയ നിയമങ്ങൾ കൊണ്ടുവരാൻ ശ്രമിക്കുമെന്ന് ഇറാൻ അറിയിച്ചിട്ടുണ്ട്. ലോകത്തിലെ ഏറ്റവും തിരക്കേറിയ ഊർജ്ജ ഇടനാഴികളിലൊന്നിന്റെ നിയന്ത്രണത്തിൽ ദീർഘകാലാടിസ്ഥാനത്തിലുള്ള മാറ്റം വരുമെന്ന സൂചനയാണിത്. അമേരിക്കയുമായും ഇസ്രയേലുമായും സഖ്യമുള്ള രാജ്യങ്ങളുമായി ബന്ധപ്പെട്ട കപ്പലുകൾ ഈ ഇടുങ്ങിയ ജലപാത ഉപയോഗിക്കുന്നത് തടയാനുള്ള ടെഹ്റാന്റെ തീരുമാനത്തെ ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഗ്ചി ന്യായീകരിച്ചു. യുദ്ധകാലത്തെ അനിവാര്യതയായാണ് അദ്ദേഹം ഇതിനെ വിശേഷിപ്പിച്ചത്. ഞങ്ങളുടെ കാഴ്ചപ്പാടിൽ ഇത് ഇറാന്റെ തൊട്ടടുത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു ജലപാതയാണ്. സ്വാഭാവികമായും ശത്രുക്കളെ ഈ ജലപാത ഉപയോഗിക്കാൻ ഞങ്ങൾ അനുവദിക്കില്ലെന്നും അരാഗ്ചി പറഞ്ഞു. സംഘർഷവും സുരക്ഷാ ഭീഷണികളും കാരണം ഇതിനകം തന്നെ പല കപ്പലുകളും ഈ റൂട്ട് ഒഴിവാക്കുകയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. യുദ്ധാനന്തരമുള്ള സമഗ്രമായ മാറ്റത്തിന് ആഹ്വാനം ചെയ്തുകൊണ്ട് ഭാവിയിലെ നാവിക ഗതാഗതം നിയന്ത്രിക്കുന്നതിന് ഇറാൻ ഒരു പുതിയ പ്രോട്ടോകോൾ മുന്നോട്ട് വയ്ക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. യുദ്ധത്തിന് ശേഷം ഹോർമൂസ് കടലിടുക്കിനും കപ്പലുകൾ കടന്നുപോകുന്ന രീതിക്കും പുതിയ ക്രമീകരണങ്ങൾ രൂപകൽപ്പന ചെയ്യേണ്ടതുണ്ട്. ഇറാന്റെയും മേഖലയുടെയും താൽപര്യങ്ങൾ കണക്കിലെടുത്ത് വ്യക്തമായ നിയന്ത്രണങ്ങളോടെ സമാധാനപരമായ നാവിക ഗതാഗതം സ്ഥിരമായി നിലനിർത്താൻ ഇത് ആവശ്യമാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. അമേരിക്കയ്ക്കും സഖ്യകക്ഷികൾക്കും ഒഴികെ മറ്റെല്ലാവർക്കും ഹോർമൂസ് കടലിടുക്ക് തുറന്നുകൊടുക്കുമെന്നും അബ്ബാസ് അരാഗ്ചി പറഞ്ഞു. അമേരിക്കയുടെയും ഇസ്രയേലിന്റെയും ആക്രമണത്തെ ചെറുക്കുന്നതിനു വേണ്ടി ഇറാൻ സ്വയം രക്ഷാമാർഗങ്ങൾ പരീക്ഷിക്കുകയാണെന്നും അബ്ബാസ് അരാഗ്ചി പറഞ്ഞു. ഞങ്ങളെ സംബന്ധിച്ച് ഹോർമൂസ് കടലിടുക്ക് തുറന്നിരിക്കുന്നു. പക്ഷേ ഞങ്ങളുടെ ശത്രുക്കൾക്കും അവരുടെ സഖ്യകക്ഷികൾക്കും കടലിടുക്ക് അടഞ്ഞു തന്നെയിരിക്കും. ഇറാൻ വിദേശകാര്യമന്ത്രി ആത്മാഭിമാനത്തോടുകൂടി ഇറാൻ പ്രതിരോധം തുടരുമെന്നും കൂട്ടിച്ചേർത്തു. വെടിനിർത്തലിനായി ഇറാൻ ശ്രമിച്ചു എന്ന വാദങ്ങൾ അരാഗ്ചി തള്ളി. അത്തരമൊരു അഭ്യർത്ഥന ഇറാന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഞങ്ങൾ ഒരു സന്ദേശവും അയച്ചിട്ടില്ല, വെടിനിർത്തലിനായി അപേക്ഷിച്ചിട്ടുമില്ല. പക്ഷേ എതിരാളികൾ ഇനി മറ്റൊരാക്രമണം നടത്തുന്നതിന് മുമ്പ് 1000 തവണ ആലോചിക്കുന്ന തരത്തിലായിരിക്കും ഈ യുദ്ധം അവസാനിക്കുക എന്നും അരാഗ്ചി പറഞ്ഞു. സംഘർഷത്തിന്റെ തുടക്കത്തിൽ ഇറാൻ നിരുപാധികമായി കീഴടങ്ങണമെന്ന് അമേരിക്ക ആവശ്യപ്പെട്ടിരുന്നുവെന്നും എന്നാൽ പിന്നീട് അവർ ആ നിലപാടിൽ മാറ്റം വരുത്തിയതായും ഇറാൻ വിദേശകാര്യമന്ത്രി പറഞ്ഞു. ഇറാൻ അമേരിക്ക സംഘർഷം മൂർധന്യാവസ്ഥയിൽ എത്തിനിൽക്കുന്ന സാഹചര്യത്തിലാണ് അരാഗ്ചിയുടെ ഈ പ്രതികരണം. ലോക എണ്ണ വ്യാപാരത്തിന്റെ വലിയ പങ്കും കടന്നുപോകുന്ന ഹോർമൂസ് കടലിടുക്ക് യുദ്ധത്തിന്റെ ശ്രദ്ധാ കേന്ദ്രമായിരിക്കുകയാണ്. ലോകത്തിലെ എണ്ണ ഗ്യാസ് വിതരണത്തിന്റെ പ്രധാന കേന്ദ്രമായ ഹോർമൂസ് കടലിടുക്കിലെ നിയന്ത്രണങ്ങളും സുരക്ഷാ വെല്ലുവിളികളും ഇതിനകം തന്നെ ഊർജ്ജ നീക്കത്തെ തടസ്സപ്പെടുത്തിയിട്ടുണ്ട്. ഇത് അന്താരാഷ്ട്ര വിപണിയിൽ വലിയ പ്രതിഫലനങ്ങളാണ് ഉണ്ടാക്കുന്നത്. ഇന്ത്യൻ പതാക വഹിച്ച 6 കപ്പലുകളിലായി ഏകദേശം 30 ലക്ഷം ടൺ ദ്രവീകൃത പെട്രോളിയം ഗ്യാസ് കടലിടുക്കിൽ കുടുങ്ങിക്കിടക്കുന്നതായി ഇന്ത്യയുടെ ഷിപ്പിംഗ് മന്ത്രാലയം അറിയിച്ചു. നിലവിൽ LPG കാരിയറുകൾ, LNG ടാങ്കർ, ക്രൂഡ് ഓയിൽ കപ്പലുകൾ, കണ്ടെയ്നർ കപ്പലുകൾ എന്നിവയുൾപ്പെടെ 22 ഇന്ത്യൻ കപ്പലുകൾ ഈ മേഖലയിലുണ്ട്. 46,500 ടൺ ഭാരവുമായി വന്ന നന്ദാദേവി എന്ന LPG കപ്പൽ ചൊവ്വാഴ്ച പുലർച്ചെ കണ്ട്ല പോർട്ടിൽ എത്തിയതായും മറ്റ് കപ്പലുകളിൽ നിന്നുള്ള അൺലോഡിംഗ് പുരോഗമിക്കുകയാണെന്നും അധികൃതർ അറിയിച്ചു. തടസ്സപ്പെട്ട കപ്പലുകൾക്കായി അധിക സ്റ്റോറേജ് സൗകര്യങ്ങൾ ഉൾപ്പെടെയുള്ള ലോജിസ്റ്റിക് പിന്തുണ നൽകാൻ ഇന്ത്യൻ തുറമുഖങ്ങൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ലോകത്തിലെ എണ്ണയുടെ 1/5 ഗണ്യമായ അളവിൽ ദ്രവീകൃത പ്രകൃതിവാതകവും ഹോർമൂസ് കടലിടുക്കിലൂടെയാണ് കടന്നുപോകുന്നത്. അതിനാൽ ഇതിന്റെ നിയന്ത്രണ നിയമങ്ങളിൽ മാറ്റം കൊണ്ടുവന്നാൽ അത് ആഗോളതലത്തിൽ വലിയ ആശങ്കയുണ്ടാക്കുന്ന ഒന്നാണ്. യുദ്ധകാലത്തെ സാഹചര്യം മുതലെടുത്ത ഈ നിർണായക ജലപാതയിൽ സ്ഥിരമായ സ്വാധീനം ഉറപ്പിക്കാനാണ് ഇറാൻ ശ്രമിക്കുന്നതെന്ന് നിരീക്ഷകർ കരുതുന്നുമുണ്ട്. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.